ഹലോ, നമുക്കിന്നൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഞാൻ ഉപ്പ് ലാസ്റ്റാണ് മറന്നുപോയിട്ട് ചേർത്തത് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ സവാള പൊരിച്ചതും ഇതിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത ഈ ഒരു ഐറ്റം നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കണം. 1 മണിക്കൂർ ഇല്ലെങ്കിൽ പോലും അരമണിക്കൂറെങ്കിലും നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു തക്കാളി നമ്മൾ കട്ട് ചെയ്തിടുക, അതുപോലെ ഒരു പച്ചമുളകും കൂടി മുറിച്ചിടുക കേട്ടോ. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മിക്സ് മൂടി വെച്ച് സ്ലോലി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഈ ചിക്കൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, കുറച്ച് വെള്ളമൊക്കെ നല്ല രീതിയിൽ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി നേരം അതിങ്ങനെ വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിക്ക് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.